ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ +2 ലെവലിലുള്ള ഫോഴ്സ് തസ്തികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കൊരു സിലബസ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ വ്യക്തമായ സിലബസിനെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിന് നോട്ടിലേക്കൊക്കെ എഴുതി വെച്ചാൽ അത്രയും നന്നായിരിക്കും. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ചിന്തിക്കുക, ആദ്യത്തെ ഒരു 50% എന്ന് പറയുമ്പോഴത്തേക്കും 20 മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് 30 ചേരുമ്പോൾ 50 മാർക്കായി. പിന്നെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കേണ്ടത് എന്താണ്? നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും സയൻസ് മേഖലകൾക്കാണ്. സയൻസ് മേഖലയിൽ ഒരു 10 മാർക്ക് വരുന്നുണ്ട്. സയൻസ് പാടാണെന്ന് കരുതി പഠിക്കാതെ വിടരുത്. ഒരു ദിവസം ഒരു ചാപ്റ്റർ എങ്കിലും വെച്ച് സയൻസിൽ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബയോളജി പോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ പ്രധാനമായിട്ടും ഈ ഗ്രന്ഥികൾ എന്ന് പറയുന്ന ആ ഒരു പാഠങ്ങൾക്കൊക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ സയൻസ് മേഖലയിൽ നിങ്ങളൊരു 10, ഒരു 8 മാർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 7 മാർക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒപ്പിക്കണം. ആ രീതിക്ക് വേണം പഠിക്കാൻ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് 8 മാർക്കാണ് അവർ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആ 8 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബോറോവ്ഡ് ഫീച്ചേഴ്സിനെ പറ്റി നല്ലതുപോലെ പഠിക്കുക. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി ചോദിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ, DPSP, ലിസ്റ്റ്, ഇത്രയും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നും പറഞ്ഞുള്ള ചോദ്യങ്ങൾ നിരവധിയാണ് ചോദിക്കുന്നത്, പ്രത്യേകിച്ച് കൺകറന്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും. അതുകൊണ്ട് ലിസ്റ്റുകൾ എന്ന് പറയുന്ന പാഠഭാഗം നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കുക. പഞ്ചായത്തി രാജിനെ പറ്റി പഠിച്ചിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്താണ് ഒരു 8 മാർക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ മേഖലകൾ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് പഠിക്കണം. അത് 8ാം ക്ലാസ്സിലേക്ക് പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ടെക്സ്റ്റ് മാറ്റമാണെന്നെങ്കിൽ കൂടി കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. ആസൂത്രണം, ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. പഞ്ചവത്സര പദ്ധതികളുടെ ഈ പറയുന്ന ഓർഡർ പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. നീതി ആയോഗിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നീതി ആയോഗ്. അതിനുശേഷം നിങ്ങളുടെ യൂണിയൻ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പം നീതി ആയോഗായി, അതുപോലെ തന്നെ നമ്മുടെ പ്ലാനിങ്ങായി, പഞ്ചവത്സര പദ്ധതികളായി, പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എക്കണോമിക്സ് കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി, അതിൽ നിന്നുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള 1 മാർക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ 2 മേഖലകളിൽ ഒന്നിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരള ആരോഗ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞുള്ള ഒരു മേഖലയുണ്ട്. അതിൽ നിന്നുള്ള 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 10-75 മാർക്കിനോട് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 55-60 റേഞ്ചിലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് കോൺട്രിബ്യൂഷൻ ഉള്ള മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ പ്രാധാന്യം കുറഞ്ഞ മേഖലകളെ കണ്ടെത്തി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറയുന്നതിൽ എല്ലാവർക്കും കിട്ടുന്ന ഭാഗങ്ങളുമുണ്ട്, എല്ലാവർക്കും കിട്ടാത്ത ഭാഗങ്ങളുമുണ്ട്. ഇംഗ്ലീഷുമായിട്ട് നമ്മൾ ഒന്ന് പറയുമ്പോഴത്തേക്കും, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും ജെറണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു മേഖലയല്ല. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അത് എല്ലാവർക്കും കിട്ടുന്ന മേഖലയല്ല. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുപോലെ തന്നെ സെന്റൻസുകൾ, വിവിധ തരം സെന്റൻസുകളിൽ PSC ചോദിച്ച് കണ്ടിട്ടുള്ള എന്താണ് ഈ പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇതെല്ലാം എന്താണ് ഈ പറഞ്ഞ ഗ്രാമർ പോർഷനിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്കത് ഉപയോഗപ്പെടും. പിന്നീട് ഫ്രൈസൽ വെർബ് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന വ്യക്തികളാണെന്നുള്ളത് വളരെ കുറച്ച് പഠിച്ചാൽ മാത്രം മതി. എല്ലാം കൂടെ ഒരു ദിവസം ഇരുന്ന് പഠിക്കാമെന്നുള്ള അങ്ങനെയൊന്നും ചിന്തിക്കരുത്. വളരെ ചെറിയ രീതിയിൽ പഠിച്ച് മുന്നേറുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രൈസൽ വെർബുകൾ, ഇഡിയംസ്, അതായത് ശൈലികൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ സിംഗുലർ, പ്ലൂറൽ മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നീട് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം വൊക്കാബുലറി ഭാഗമാണ്. ഇതെല്ലാം എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയല്ല. പിന്നെ സ്പെല്ലിംഗ് ചെക്ക്, എല്ലാ പരീക്ഷയ്ക്കും കറക്റ്റ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്പെല്ലിംഗ് ചെക്ക് എന്ന് പറയുന്നത്. പിന്നെ സിനോണിംസ്. ഇതിൽ നിങ്ങൾ ഒരു എന്താണ് പറയുന്നത്, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 10-ൽ ഒരു 7 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
കാരണം എല്ലാവരും സ്കോർ ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾ സ്കോർ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പിന്നോക്കം പോകും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ മേഖലകളും കൂടെ കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക.